എല്ലാവർക്കും നമസ്കാരം. പൊതുവേ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഇരട്ടിയിലധികം ലാഭം തന്ന ഒരു സ്റ്റോക്കാണ് CRM സിൽക്ക് മിൽസ് ലിമിറ്റഡ്. 10 ആഴ്ച കൊണ്ട് ആ ഒരു സ്റ്റോക്ക് 100% വർദ്ധിക്കുകയുണ്ടായിട്ടുണ്ട്. ഒക്ടോബർ 3-ാം തീയതി 469 രൂപയുണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു. ഇപ്പോൾ 13/12 അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 959 രൂപയ്ക്കാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച മാത്രം അത് 15% അപ്പായിട്ടുണ്ട്. 122 രൂപ വെള്ളിയാഴ്ച മാത്രം ആ ഒരു സ്റ്റോക്കിൽ അപ്പോൾ വർധനയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 859 രൂപയാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് റിസൾട്ട് വളരെ നല്ല റിസൾട്ടായിരുന്നു. അതിൻ്റെ ജൂൺ 2024 330 കോടി രൂപ ഉണ്ടായിരുന്ന അതിൻ്റെ സെയിൽസ് സെപ്റ്റംബർ 2024 ക്വാർട്ടറായപ്പോൾ 629 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. 90% വർധനയാണ് സെയിൽസിലുണ്ടായിരിക്കുന്നത്. പ്രോഫിറ്റിലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. 11 കോടിയിൽ നിന്ന് 68 കോടി രൂപയായിട്ട് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് CRM സിൽക്ക് ഇത്രയധികം ഒരു 2 മാസ കാലയളവിനുള്ളിൽ ഇത്രയധികം വർദ്ധിച്ചത്. ഹ്യുണ്ടായി മോട്ടോഴ്സിന് ശേഷം ഒരു നോർത്ത് കൊറിയൻ കമ്പനിയുടെ IPO ആയിട്ട് മുന്നോട്ട് വരികയാണ് LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡ്. 10,18,15,859 ഓഹരികളാണ് അവർ IPO ആയിട്ട് മുന്നോട്ട് വരുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരികളാണ്. ഇതെല്ലാം OFS ആണ്. ഒന്നും അതായത് ഓഫർ ഫോർ സെയിലാണ്. ഫ്രഷ് ആയിട്ട് ഒരു ഓഹരികളും അവർ ഇഷ്യൂ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രൈസ് ബാൻഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള തീയതികളോ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അവർ IPOനെ തയ്യാറെടുക്കുന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 2023 19,864 കോടി രൂപ ഉണ്ടായിരുന്ന സെയിലാണ്. അതിപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയർ Q2 ആയപ്പോൾ 21,352 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് പ്രൈസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 30% വർധനയാണ് രേഖപ്പെടുത്തിയത്. അതായത് ജനുവരി 1-ാം തീയതി മുതൽ ഇന്നേക്ക് അത് ഡിസംബർ 13-ാം തീയതി വരെയുള്ള കാലയളവിൽ 30% വർധനയാണ് ആ ഒരു ഗോൾഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 10 കൊല്ലത്തെ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കലണ്ടർ വർഷത്തിൽ ഇത്രയധികം നേട്ടം നൽകുന്നത് ഈ ഒരു വർഷത്തിലാണ്. കഴിഞ്ഞ ഡിസംബറിൽ 13/12/2023 5,665 രൂപയുണ്ടായിരുന്നതായിരുന്നു 1 ഗ്രാം ഗോൾഡിൻ്റെ വില. അത് ഇന്നേക്ക് ട്രേഡ് ചെയ്യുന്നത് 7,230 രൂപയ്ക്കാണ്. ഏകദേശം 30% വർധന ഗോൾഡ് പ്രൈസിൽ വന്നിട്ടുണ്ട്. അതായത് നവംബർ 2014 കഴിഞ്ഞ മാസം 35,943 കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ട് സമാഹരിച്ചിരിക്കുന്നത്. അത് തൊട്ട് മുമ്പത്തെ മാസം ഒക്ടോബർ 2024 അപേക്ഷിച്ച് നോക്കുമ്പോൾ 14% കുറവാണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ മാസം 41,887 കോടി രൂപയായിരുന്നു മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. അത് പക്ഷേ നവംബർ മാസമായപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഈ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഒരു പരിധിവരെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മ്യൂച്വൽ ഫണ്ടുകളാണ്. കഴിഞ്ഞ ആഴ്ച 2 മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ NFO വന്നതാണ്. അത് കഴിഞ്ഞ ആഴ്ച അത് ക്ലോസ് ചെയ്യുണ്ടായി. ഒന്ന് കൊട്ടാക്കിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫണ്ട് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടും പിന്നെ ഇൻവെസ്കോയുടെ മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്ന വേറൊരു ഫണ്ടും. ഈ രണ്ടും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ സമാനമായ കാറ്റഗറിയിലുള്ള വേറെ 2 ഫണ്ട് ഹൗസിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് HDFCയുടെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് ഫണ്ടും പിന്നെ അതുപോലെ തന്നെ കൊട്ടാക്കിൻ്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടും. അപ്പോൾ രണ്ടും സമാനമായ കാറ്റഗറിയിലുള്ള ഫണ്ടാണ്. അപ്പം ഞാനത് ഓൾറെഡി വേറെ 2 1 വർഷം ആയി. അപ്പോൾ അത് ഞാനത് രണ്ടിലും 30% പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് രണ്ടും ഞാൻ റെഡീം ചെയ്തിട്ട് ആ ഒരു ഫണ്ട് ഇതിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഓഹരി നിക്ഷേപകരുടെ എണ്ണം എന്ന് പറയുന്നത് 17,11 ലക്ഷമാണ്. ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് റഷ്യയിലെയും ജപ്പാൻ്റെയും ആകെ ജനസംഖ്യ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ ഓഹരി നിക്ഷേപകരുടെ എണ്ണം. അതായത് ഓരോ മാസവും ചുരുങ്ങിയത് ഒരു 30 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളെങ്കിലും ഓപ്പൺ ആവുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിജയ് കേഡിയ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. അദ്ദേഹം വളരെ തോതിൽ ഈ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. 30 സെപ്റ്റംബർ 2024 കണക്കുകൾ പ്രകാരം CRM സിൽക്ക് മിൽസ് ലിമിറ്റഡിൽ അദ്ദേഹത്തിൻ്റെ ഓഹരി പങ്കാളിത്തം എന്ന് പറയുന്നത് 4,55,000 ഓഹരികൾ അദ്ദേഹം ഈ CRM സിൽക്ക് മില്ലിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അസ്ത്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക്
മിനിസ്റ്ററി ഓഫ് ഫൈനാൻസിൽ നിന്നും 255 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് നിർമ്മിച്ച് നൽകാനുള്ള ഒരു ഓർഡറാണത്. 93 എണ്ണം നിർമ്മിച്ച് നൽകാനാണ് ഓർഡർ. അതായത് 24 മാസത്തിനുള്ളിൽ ഈ ഓർഡർ പൂർത്തീകരിച്ച് നൽകണം. ഈ സ്റ്റോക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം മുമ്പ്, അത് ഡിസംബർ 2019 87 രൂപയുണ്ടായിരുന്നൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 13/12/2024 ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 831 രൂപയ്ക്കാണ്. ഈ 5 വർഷം കൊണ്ട് 850% വർധനയാണ് ആ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി 14/12/2023 719 രൂപയുണ്ടായിരുന്നായിരുന്നു. അവിടുന്ന് 55% വർദ്ധിച്ചിട്ട് ജൂലൈ 2024 1161 രൂപ അതിൻ്റെ ഓൾ ടൈം ഹൈ കാണിക്കുകയുണ്ടായി. പിന്നീട് അവിടുന്ന് ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ് ആ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഹൈയിൽ നിന്ന് 30% ഡൗൺ ആയിട്ട് 790 രൂപയ്ക്കാണ് ഒരു 5 മാസം കൊണ്ട് 30% ഡൗൺ ആയിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 790 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോക്കിൽ ഒരു സ്പ്ലിറ്റ് ന്യൂസ് ഉണ്ട്. അതായത് അതിൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെക്ഷനും പാസഞ്ചർ വെഹിക്കിൾ സെക്ഷനും രണ്ടും ഡീമർജ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ആ ഒരു കമ്പനിയിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. കേവൽ കിരൺ ക്ലോത്തിങ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയിൽ ഞാൻ കുറച്ച് സ്റ്റോക്ക് എന്ന കമ്പനിയുടെ സ്റ്റോക്ക് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കമ്പനിയാണ്. 3870 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഒരു ചെറിയൊരു കമ്പനിയാണത്. അത് മാനുഫാക്ചറിങ്, മാർക്കറ്റിങ്, അതായത് ബ്രാൻഡഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ്ങും അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് മഹാരാഷ്ട്ര സീംലെസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി. അതും ഇതുപോലെ ഏകദേശം 635 രൂപ നിലവാരത്തിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച അത് 800 മേലെ പോവുകയുണ്ടായി. പക്ഷേ ഞാൻ 796 രൂപയ്ക്ക് ഞാനത് സെല്ല് ചെയ്തു. ഞാനത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആ ഒരു ഫണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റോക്ക് വിറ്റിട്ട് ആ ഒരു ഫണ്ട് ഞാൻ കേവൽ കിരൺ ക്ലോത്തിങ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കിലേക്ക് മാറ്റുകയുണ്ടായി.